ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് കഞ്ഞിവെള്ളം കൊണ്ടൊരു ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പച്ചക്കറികളും ഒന്നുമില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു കറി ഉണ്ടാക്കണ്ടേ. അങ്ങനത്തെ സമയത്ത് കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുക. പിന്നെ അതപ്പോൾ ഞാൻ കാണിക്കുന്നു. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് പെട്ടെന്നൊരു കറി, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം ഞാനിതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കണത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒഴിച്ചുകറി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ കഞ്ഞിവെള്ളം, ഇത്രയും കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ എത്രയാണ് ഉണ്ടാക്കണത് എന്നുള്ളതനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. കുറച്ചൊരു ആ തെളി വെള്ളം കളഞ്ഞിട്ട് കുറച്ചൊരു കട്ടിയുള്ള പോലത്തെ കഞ്ഞിറ വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ഞാൻ അതിലേക്ക് ചെറിയ ഉള്ളി ഞാൻ അതേപോലെ വട്ടത്തിൽ നുറുക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി കുറച്ചുണ്ടായിക്കോട്ടെ, എന്നാലാണ് നമുക്കൊരു ടേസ്റ്റ് വരുന്നത്. അപ്പം ഞാൻ ഇത്രയും ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി, ഒരു 5-8 അല്ലി മതി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും പുളി എടുത്തിട്ടുണ്ട്. പുളിയൊക്കെ നമ്മളുടെ പുളിക്ക് അനുസരിച്ചിട്ട് ഓരോരുത്തരുടെ കണക്കിനനുസരിച്ചിട്ട് എടുക്കാട്ടോ. ഞാൻ ഇത്രയും പുളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 തക്കാളി, ചെറുതായത് കാരണം ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതെല്ലാം വലുതാണെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി എടുത്തോളാം. പിന്നെ കുറച്ച് മുളക് പൊടി വേണം നമുക്ക്. മുളക് പൊടി ഞാനൊരു 2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി, അത് നമുക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ പ്രധാനമായിട്ട് നമുക്ക് കായം, ഉപ്പും. ഇത്രയും സാധനങ്ങളെ നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടും വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാട്ടോ. കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്നും കൂടെ പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ചെറിയ ഉള്ളി ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഞാനിവിടെ ഇങ്ങനെ വട്ടത്തിൽ നുറുക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇങ്ങനെ ചതച്ചിട്ട് 2 കൂടി ചതച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. ഞാനിങ്ങനെയാണ് ആക്കിയിരിക്കുന്നത്. അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. വഴണ്ട് വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴണ്ട് വരട്ടെ. നമ്മളുടെ ഉള്ളി ഇവിടെ ഏകദേശം ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ ആയാൽ മതി കേട്ടോ. നമുക്കിനി ഇതിലേക്ക് തക്കാളി ഞാൻ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. തക്കാളി ഒന്നും ഇങ്ങോട്ട് വഴണ്ട് വരട്ടെ. തക്കാളി നന്നായിട്ട് ഒന്നും ഇങ്ങോട്ട് വഴണ്ടി വന്നോട്ടെ കേട്ടോ. നന്നായിട്ട് ഒന്നും ഇങ്ങോട്ട് ഉടഞ്ഞ് വരും ചെയ്തോട്ടെ. ഇപ്പം ഏകദേശം തക്കാളിയും ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി മഞ്ഞൾപ്പൊടി ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നമുക്കൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു കാശ്മീരി ചില്ലി പൗഡർ കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് തന്നെ ഇട്ടിട്ടുള്ളൂ. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നിങ്ങോട്ട് പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. കണ്ടില്ലേ, നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഈ പുളി വേണമെന്ന് പറഞ്ഞില്ലേ, ഞാൻ ആ പുളി ഞാനിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ പുളി നമ്മളെ വീട്ടിലുണ്ടായ പുളി തന്നെയാണ് കേട്ടോ. ഞാനതിന് കുരു കുത്തിയിട്ടില്ല. പുളി ഇപ്പം അങ്ങോട്ട് ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ. വെയിലത്ത് വെച്ചിട്ട് ഞാൻ കുരു കുത്താനൊക്കെ പോണേ ഉള്ളൂ. ഈ പുളി ഒന്നും ഇങ്ങോട്ട് തിളച്ച് വരട്ടെ. നമ്മളുടെ മുളകും പുളി എല്ലാതും ഇങ്ങനെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ആ ഉള്ളിയിൽ കുറച്ച് ഉപ്പിട്ടിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചും കൂടി ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ കഞ്ഞിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്ര കൊണ്ട് കറി വേണം വെച്ചാൽ അത്ര കൊണ്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത്രയും കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഞ്ഞിവെള്ളം അങ്ങനെ തെളിയായിട്ടുള്ള കഞ്ഞിവെള്ളം പാടില്ല കേട്ടോ. കുറച്ച് അടിഭാഗമായിട്ടുണ്ടാവില്ലേ, തെളിയാണ് കളഞ്ഞിട്ട് അങ്ങനത്തെ കഞ്ഞിവെള്ളം വേണം നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാൻ. അത് നമുക്ക് കറി എത്ര കൊണ്ട് വേണം വെച്ചാൽ അതിനനുസരിച്ച് ഒഴിക്കുകയും ചെയ്യാം. തിളക്കട്ടെ. നമ്മളുടെ കഞ്ഞിവെള്ളം ഒഴിച്ചതിൻ്റെ ശേഷം നന്നായിട്ട് തിളച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉണ്ടല്ലോ കായം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കായത്തിൻ്റെ പൊടി, കായം കുറച്ചുണ്ടായിക്കോട്ടെ കേട്ടോ, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തു. ഉപ്പൊന്ന് നോക്കുക നമുക്ക്. ഉപ്പൊക്കെ കറക്റ്റാണ്. കുറച്ചും കൂടിയും കായത്തിൻ്റെ പൊടി ഇടാം. കായം ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഞാനിത് വാങ്ങിയിട്ട് വേറൊരു പാത്രത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് കാണിക്കാം. അങ്ങനെ നമ്മുടെ കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള ഒഴിച്ചുകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടെ. ഇതിൻ്റെ ഒപ്പം നമുക്കുണ്ടല്ലോ മീൻ വറുത്തതോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കോഴിമുട്ട ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് ഒരച്ചാറും പപ്പടവും ഉണ്ടെങ്കിൽ നമുക്ക് അസലായിട്ട് ഊണ് കഴിക്കാൻ പറ്റും. അത്രയും നല്ലൊരു കറിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് ഒരു പച്ചക്കറി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. അപ്പം നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.